ഹായ്, വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. നമ്മൾ 2 hours 40 days 1 week ഇപ്പോൾ കഴിയുകയാണ്. ഈ 1 വീക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ക്വിക്ക് റിവിഷൻ ചെയ്ത് കുറച്ച് കറണ്ട് അഫയേഴ്സും കൂടി നമ്മൾ നോക്കുകയാണ്. ഇതോടൊപ്പം തന്നെ 2 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൂടി നോക്കി പോകുമ്പോൾ നമുക്ക് വളരെയധികം യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് എല്ലാം തന്നെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മാത്സ് നോക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ ആയിട്ടും മാത്സിൻ്റെ 6 ടോപ്പിക്കുകളാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് പഠിക്കുക. പിന്നെ ഡയറക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പെർസെൻറ്റേജിൽ ഓരോ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സീരീസിലെ നമ്പർ സീരീസും ലെറ്റർ സീരീസും നോക്കുക. ടൈം ആൻഡ് ഡിസ്റ്റൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. റിപ്പീറ്റഡ് PSC ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ടൈം ആൻഡ് വർക്ക്സും ഇമ്പോർട്ടൻ്റ് ആണ്. ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കൊടുക്കുന്നുണ്ട്. ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്തവർ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ നെക്സ്റ്റ് ഡേ മുതൽ അടുത്ത ടോപ്പിക്കുകൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇതുവരെയുള്ള ടോപ്പിക്കുകളെല്ലാം തന്നെ മാക്സിമം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് തന്നെ റിവിഷനും നടത്തി ഇതുവരെയുള്ള ടോപ്പിക്സിനെ ക്ലിയർ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് മലയാളം ടോപ്പിക്സുകൾ നമ്മൾ പഠിച്ച് ഏതൊക്കെ നോക്കാം. പിരിച്ചെഴുതുക, ചേർത്തെഴുത്ത്, ശൈലികളും പഴഞ്ചൊല്ലുകളും, സമാന പദം. നമുക്ക് പിരിച്ചെഴുത്തിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് നോക്കാവേ. അത്യാഗ്രഹം, അതി പ്ലസ് ആഗ്രഹം. കരിഞ്ചന്ത, കരി പ്ലസ് ചന്ത. കണ്ണീർ, കൺ പ്ലസ് നീർ. ചലച്ചിത്രം, ചലത് പ്ലസ് ചിത്രം. ചെഞ്ചുണ്ട്, ചെം അധികം ചുണ്ട്. അടുത്ത നന്മ, നല് പ്ലസ് മായാണ്, നല്ല പ്ലസ് മായ എന്നല്ല. വെണ്ണീർ, വെൺ പ്ലസ് നീർ. മിണ്ടലം, വിൺ പ്ലസ് തലം. വാഗ്വാദം, വാഗ് പ്ലസ് വാദം. മേന്മ, മേൽ പ്ലസ് മാ. ഇനി നമുക്ക് കുറച്ച് ചേർത്തെഴുത്ത് നോക്കാവേ. ആ പ്ലസ് അൻ, അവൻ. തൺ പ്ലസ് നീർ, തണ്ണീർ. ഹൃത് പ്ലസ് വികാരം, ഹൃദ്വികാരം. ഹൃദ്വികാരം എഴുതുന്ന ഒന്ന് നോക്കി വയ്ക്കണേ. അടുത്തത് വിൻ പ്ലസ് തലം, വിണ്ടലം. അത് PYQ ആണേ. കാട് പ്ലസ് ഇൽ, കാട്ടിൽ. നമുക്കിനി കുറച്ച് ശൈലികളോട് നോക്കാം. ഇവിടെ ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ശൈലികളാണ് പറയുന്നത്. ഉമ്മാക്കി കാട്ടുക, ഭയപ്പെടുത്തുക. ഉമ്മാക്കി കാട്ടുക, ഭയപ്പെടുത്തുക. അടുത്തത് കടലിൽ കൈ കഴുകുക, ദൂർത്തടിച്ച് ചെലവ് ചെയ്യുക. ചക്രം ചവിട്ടുക, ബുദ്ധിമുട്ടുക. നെല്ലിപ്പലക കാണുക, അവസാനം കാണുക. നെല്ലിപ്പലക കാണുക, അവസാനം കാണുക. ചെമ്പ് തെളിയുക, പരമാർത്ഥം വെളിപ്പെടുക. ചെമ്പ് തെളിയുക, പരമാർത്ഥം വെളിപ്പെടുക. അങ്കുലി പരിമിതം, വിരലിലെണ്ണാവുന്നത്. അങ്കുലി പരിമിതം, വിരലിലെണ്ണാവുന്നത്. മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ശൈലികളാണ് പറയുന്നത്. ധനാശി പാടുക, അവസാനിപ്പിക്കുക. ഇത് മുൻവർഷ ചോദ്യമാണ്. അതുപോലെ ഊറ്റം പറയുക, ആത്മപ്രശംസ ചെയ്യുക. ഊറ്റം പറയുക, ആത്മപ്രശംസ ചെയ്യുക. കച്ച കെട്ടുക, തയ്യാറാവുക. കച്ച കെട്ടുക എന്ന് പറയുന്നത് മുൻവർഷ ചോദ്യമാണ്. തയ്യാറാവുക. കടലിൽ കായം കലക്കുക. കടലിൽ കായം കലക്കുക, ഏറെ ആവശ്യമുള്ളിടത്ത് അല്പം ചെലവ് ചെയ്യുക. അടുത്തത് ധൃതരാഷ്ട്രാലിംഗനം, മുൻവർഷ ചോദ്യമാണ്. ഉള്ളിൽ പകവച്ച് സ്നേഹപ്രകടനം. കായംകുളം വാൾ, ഇടതുപക്ഷത്ത് ചേരുന്നവൻ, മുൻവർഷ ചോദ്യമാണ്. ഏട്ടിലെ പശു, പ്രയോജനശൂന്യം, അത് മുൻവർഷ ചോദ്യമാണ്. കരയുന്ന പിള്ളയ്ക്ക് പാലുള്ളൂ, ഒച്ചപ്പാടുണ്ടാക്കിയാലേ കിട്ടേണ്ടത് കിട്ടുകയുള്ളൂ. കിണറ്റിലെ തവള, ലോകസ്ഥിതി അറിയാത്തവൻ, മുൻവർഷ ചോദ്യമാണ്. അടുത്തത് മുതലക്കണ്ണ് നീരൊഴുക്കുക. മുതലക്കണ്ണ് നീരൊഴുക്കുക എന്ന് പറയുന്നത് കള്ളക്കരച്ചിൽ എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ കുടത്തിലെ വിളക്ക്, കുടത്തിലെ വിളക്കെന്ന് പറയുന്നത് പുറത്തറിയാത്ത യോഗ്യത എന്നാണ് ആ ശൈലിയുടെ അർത്ഥം. കിടമത്സരം, ഒരേ വിഭാഗത്തിൽപ്പെട്ടവർ തമ്മിലുള്ള മത്സരമാണ്. നീക്കും പോക്കുമില്ലാത്ത, മാറ്റവും നാശവും ഇല്ലാത്ത. അടുത്തത് ചെമ്പ് തെളിയുക, മുൻവർഷ ചോദ്യമാണ്. കാപ്പട്യം പുറത്താക്കുക. ഗണപതി കല്യാണം, നടക്കാത്ത കാര്യം. അടുത്തത് ക്യാമറയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. പടല പിണങ്ങുക, അടിയോടെ തെറ്റുക.
തണ്ടുതപ്പി, വഷളൻ. കർണശൂലം, കേട്ടാൽ വേദന ഉണ്ടാക്കുന്നത്. സൂര്യനെ കൈകൊണ്ട് മറയ്ക്കുക, നിഷ്ഫലം. അടുത്തത് ഇടിക്കേട്ട മയിൽ, സന്തോഷിച്ചവൾ. ഒറ്റയ്ക്കും തെറ്റയ്ക്കും വല്ലപ്പോഴും. കളഹസ്തം ചെയ്യുക, കഴുത്തിൽ പിടിച്ച് പുറത്താക്കുക. മുയൽ കൊമ്പ്, ഇല്ലാത്ത വസ്തു. ഭഗീരഥ പ്രയത്നം, കഠിന പരിശ്രമം. അജഗജാന്തരം, വലിയ വ്യത്യാസം. അത് മുൻവർഷ ചോദ്യമാണ്. ഇനി പഴഞ്ചൊല്ലുകൾ കുറച്ച് നോക്കാം. വീണ മരത്തിൽ ഓടിക്കേറാം, ദുർബലന്മാരെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താം. പാമ്പായാലും പഴകിയതാണ് നല്ലത്, പഴക്കവും തഴക്കവും സാമർത്ഥ്യത്തിന് കാരണമാകും. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ഊട്ടും കാണാം, ഉപ്പും വിൽക്കാം. ഒരു യാത്രയ്ക്ക് 2 കാര്യം സാധിക്കാം. ഊനം വന്നാൽ ഉപായം വേണം, ദോഷം വന്നാൽ പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തണം. ഇത് നമ്മൾ മുൻവർഷ ചോദ്യമല്ല, എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതാണ്. അടുത്ത് ഇട്ടിയമ്മ മറഞ്ഞാൽ കൊട്ടിയമ്പലത്തോളം, സ്ത്രീ സാമർത്ഥ്യം വീട്ടിനുള്ളിൽ മാത്രം. ആയാലൊരു തെങ്ങ്, പോയാലൊരു പൊങ്ങ്. സാധിച്ചാൽ വലിയ കാര്യം, പോയാൽ വലിയ നഷ്ടമില്ല. ആടിനെ പട്ടിയാക്കുക, ഒരു വസ്തുവിൻ്റെ യാഥാർത്ഥ്യം മറച്ചു വെച്ച് മറ്റൊന്നാണെന്ന് സ്ഥാപിക്കുക. അടുത്തത് അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, ആർക്കും ഒരു ഉപകാരവും ചെയ്യാത്തവൻ. അണ കടന്ന വെള്ളം തിരിച്ചു വരികയില്ല, കഴിഞ്ഞ കാര്യം തിരിച്ചു വരുന്നതല്ല. അപ്പം തിന്നാൽ പോരെ, കുഴി എണ്ണണോ. ആവശ്യമില്ലാത്തത് അറിയുവാനുള്ള ആകാംക്ഷ പ്രകടിപ്പിക്കുക. തള്ള ചവിട്ടിയാൽ പിള്ളയ്ക്ക് കേടില്ല, സ്വന്തക്കാരുടെ ഉപദ്രവം ഉപദ്രവമല്ല. നീർക്കോഴി കടിച്ചാലും അത്താഴം മുടങ്ങും, നിസ്സാരന്മാരെ കൊണ്ടും ഉപദ്രവമുണ്ടാകും. ദശയുള്ളിടത്തെ കത്തി താഴൂ, സമ്പന്നനെയാണ് എല്ലാവരുടെയും നോട്ടം. പണം നോക്കുമ്പോൾ മുഖം നോക്കില്ല, സാമ്പത്തിക കാര്യത്തിൽ ബന്ധുത്വം നോക്കില്ല. താൻ പാതി ദൈവം പാതി, പ്രാർത്ഥനയോടൊപ്പം പ്രവൃത്തിയും വേണം. അടുത്തത് അണ്ണാൻ കുഞ്ഞും തന്നാലായത്, നിസ്സാരനും തന്നാലാകുന്നത്. അടുത്തത് കരയ്ക്കുമില്ല വെള്ളത്തിലുമില്ല, ഒരു തരത്തിലും പ്രയോജനപ്പെടുകയില്ല. കരിവിറ്റ പണം കറുത്തിരിക്കുമോ, ഏത് തൊഴിൽ ചെയ്ത് സമ്പാദിക്കുന്ന പണത്തിനും വിലയുണ്ട്. അതുപോലെ തേടിയ വള്ളി കാലിൽ ചുറ്റുക, അന്വേഷിച്ചു നടക്കുന്ന വസ്തു യാദൃച്ഛികമായി കണ്ടെത്തുക. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടോ, പുറത്തെ തോൽവി വീട്ടിൽ വന്ന് തീർക്കുക. ഐക്യമത്യം മഹാബലം, ഒന്നിച്ചു നിന്നാൽ വൻ ശക്തി. ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, ഐക്യമത്യം മഹാബലം. ഇത് തിരിഞ്ഞു പോരുത് കേട്ടോ. അടുത്തത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം നോക്കുക, നിഷ്ഫലമായ പ്രവൃത്തി. ചക്കിനു വെച്ചത് കൊക്കിനു കൊണ്ടു, ഒന്നിനു ഉദ്ദേശിച്ചത് മറ്റൊന്നിനായി. അതുപോലെ ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, ഗത്യന്തരമില്ലെങ്കിൽ എന്തും ഭക്ഷിക്കും. താണ നിലത്തെ നീരോടു, അഹങ്കാരമില്ലെങ്കിലേ അഭിവൃദ്ധിയുണ്ടാകൂ. അടുത്തത് എലി പോലെ ഇരുന്നിട്ട് പുലി പോലെ ചാടുക, പാവത്താനായി ഇരുന്നിട്ട് ധീരത കാട്ടുക. ഓണത്തിനിടയ്ക്കോ പുട്ടുകച്ചവടം, വലിയ കാര്യത്തിനിടയ്ക്കാണോ നിസ്സാര കാര്യം. എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുമോ, ചെറിയ ദോഷം നീക്കാൻ വലിയ നഷ്ടം സഹിക്കുമോ. നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ച ടോപ്പിക്സ് എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് കമ്പാരിസണും പ്രിപ്പോസിഷൻസും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചുമാണ്. ഇതിൽ ഡിഗ്രി ഓഫ് കമ്പാരിസണിൻ്റെ ഇത് മുൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ. അതുപോലെ പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ പ്രിപ്പോസിഷനും അതിൻ്റേതായ ഇമ്പോർട്ടൻസ് കൊടുത്താണ് പഠിക്കേണ്ടത്. ഇവിടെ നോക്കാം, ഒരു നാമത്തോടോ സർവ്വനാമത്തോടോ ചേർന്ന് നിന്ന് അതിനെ മറ്റൊരു പദത്തോട് ബന്ധിപ്പിക്കുന്ന വാക്കിനെ പ്രിപ്പോസിഷൻ അഥവാ ഗതി എന്ന് പറയുന്നു. പ്രിപ്പോസിഷൻ മാറുന്നതിനനുസരിച്ച് അർത്ഥവ്യത്യാസം വരുന്നു. ഷീ സ്പോക്ക് ടു മീ, അതായത് ഷീ സ്പോക്ക് ടു മീ എന്ന് വെച്ചാൽ അവൾ എന്നോട് സംസാരിച്ചു. ഷീ സ്പോക്ക് ഫോർ മീ, ഫോർ മീ എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടി സംസാരിച്ചു. ഷീ സ്പോക്ക് അബൌട്ട് മീ, ഷീ സ്പോക്ക് അബൌട്ട് മീ എന്ന് പറയുമ്പോൾ എന്നെപ്പറ്റി സംസാരിച്ചു. ഷീ സ്പോക്ക് അഗെയിൻസ്റ്റ് മീ, എനിക്കെതിരായി സംസാരിച്ചു. ഇവിടെ ടു, ഫോർ, അബൌട്ട്, അഗെയിൻസ്റ്റ് 4നും വ്യത്യസ്തമായ അർത്ഥമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രിപ്പോസിഷൻ നോക്കാം. ഇവിടെ അറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്ക്, ന്, ഇല്ല, ഈ ഒരു അർത്ഥമാണ് ഈ അറ്റിന് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഒരു പ്രത്യേക സമയത്തെ കാണിക്കാനായിട്ടാണ് നമ്മൾ ഈ അറ്റ് ഉപയോഗിക്കുന്നത്. അറ്റ് ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് സം സ്റ്റേറ്റ് ഓർ കണ്ടീഷൻ, ഡയറക്ഷൻ, amount, നമ്പർ, പ്രൈസ്, സ്പീഡ് എന്നിവ കാണിക്കാനാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത്. At is used to denote age or position in time.
നമ്മൾ അറ്റ് ഉപയോഗിക്കുന്നത് എപ്പോഴൊക്കെയാണ് ഏജ് അല്ലെങ്കിൽ പൊസിഷൻസ് പറയാനായിട്ടാണ്. ദ ട്രെയിൻ റീച്ച്ഡ് ബോംബെ അറ്റ് 8:15 AM. എക്സാക്റ്റ് ടൈമിനെ കാണിക്കുന്നതിനുള്ള ഉദാഹരണമാണ് ഇത്. ഇവിടെ അറ്റ് നൂൺ, അറ്റ് ഡസ്ക്, അറ്റ് ദ വീക്കെൻഡ്, അറ്റ് ദ ബിഗിനിങ്, അറ്റ് ഡോൺ, അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ബെഡ് ടൈം, അറ്റ് ദ എൻഡ് എക്സെട്ര. അപ്പോൾ ഈ ഒരു ഇത്രയും വേർഡ്സ് ഒന്നും നിങ്ങൾ ഓർത്ത് വെക്കുക. മിക്കവാറുമുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിനകത്ത് വന്നിട്ടുണ്ട്. ദ അറബ് ആൻഡ് ദ ജൂ ആർ അറ്റ് പീസ് നൗ. ഇപ്പോഴത്തെ അവസ്ഥയെ കുറിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഹി ത്രൂ എ സ്റ്റോൺ അറ്റ് ഇറ്റ്, അതൊരു ഡയറക്ഷൻ്റെ ഇതിൽ വരുന്നതാണ്. ദ സ്ട്രെങ്ത് ഓഫ് ദ ഗ്ലാസ് സ്റ്റുഡ് അറ്റ് 60. എമൗണ്ട്, നമ്പർ, പ്രൈസ്, സ്പീഡ്, ഇതെല്ലാം എന്തിനാണ്? അറ്റിലാണ് വരുന്നത് കേട്ടോ. ഹി റിട്ടയർഡ് അറ്റ് 50. ഏജും പൊസിഷനൊക്കെ വരുന്നതിന് എക്സാമ്പിളാണ് ഇത്. പ്രത്യേകിച്ചുള്ളൊരു നോട്ടങ്ങൾക്ക് അറ്റ് ഉപയോഗിക്കാം. അതായത് ഗ്ലാൻസ് അറ്റ്, പീപ്പ് അറ്റ്, സ്റ്റെയർ അറ്റ്, പിയർ അറ്റ്, ഗേസ് അറ്റ്, ലുക്ക് അറ്റ്. അപ്പോൾ ഈ ഒരു വാക്കുകളിലൊക്കെ നമ്മൾ എന്താണ് ചേർക്കുന്നത്? അറ്റാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുകയാണ്. ഇന്നെന്നുള്ള പ്രപ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മന്ത്സ് ആൻഡ് ഇയർ. I was born in May. India became a republic in 1950. അപ്പോൾ ഇതൊരു യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? മന്തിനും ഇയറിലുമാണ്. ഒരു പീരിയഡ് ഓഫ് ടൈം, അതായത് ഇൻ ദ മോർണിംഗ്, ഇൻ ദ ഈവനിങ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ സമ്മർ, ഇൻ ദ വിൻ്റർ, ഇതിലെല്ലാം എന്താണ് യൂസ് ചെയ്യുന്നത്? ഇന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇറ്റ് ഓൾസോ ഷോൺ ദ ലെങ്ത് ഓഫ് ടൈം. നമ്മളൊരു പർട്ടിക്കുലർ ടൈമിൻ്റെ ലെങ്ത് നമ്മൾ സൂചിപ്പിക്കാനായിട്ട്, അതായത് ഇൻ എ മന്ത്, ഇൻ എ വീക്ക്, ഇൻ എ ഇയർ, അതിനെല്ലാം എന്താണ്? ഇന്ന് യൂസ് ചെയ്യുന്നു. ഇന്നൊരു കാലയളവ് സൂചിപ്പിക്കുന്നതാണ്. ഐ വിൽ ബി ബാക്ക് ഇൻ എ വീക്ക്, ഒരു കാലയളവാണ് അവിടെ സൂചിപ്പിക്കുന്നത്. രണ്ട് സ്ഥലങ്ങൾ ഒരുമിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ ഇന്ന് വളരെ വലിയ സ്ഥലങ്ങൾക്ക് മുന്നിൽ വയ്ക്കുമ്പോൾ അറ്റ് നമ്മൾ എവിടെയാണ്? ചെറിയ സ്ഥലങ്ങളെ കാണിക്കാൻ ഉപയോഗിക്കുന്നു. മൈ ഫാദർ ഈസ് എംപ്ലോയ്ഡ് ഇൻ ന്യൂഡൽഹി അറ്റ് ഖസീദാബാദ്. എവിടെയാണ്? my father is employed in New Delhi at Ghaziabad. അടുത്ത നമുക്ക് ഈ ഫോർ നോക്കാവേ. ഫോർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? ഫോർ ഈസ് യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ ഡ്യൂറേഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ പറയാനായിട്ടാണ് എന്ത്? ഫോർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് മീൻസ് ലെങ്ത് ഓഫ് ടൈം അപ് ടു നോ. 5 days, 2 weeks, a long time, 10 years, etc. എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ they have been playing for the last 2 hours. She has been out for 2 years. She has been ill for 3 days. എക്സാമ്പിൾ ഓർത്തിട്ട് നിങ്ങളിത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വരുന്നത് ബിറ്റ്വീൻ, എമംഗ്. ബിറ്റ്വീൻ ഈസ് യൂസ്ഡ് വെൻ വി റെഫർ ടു തിങ്സ് ഓർ പേഴ്സൺ എക്സെട്ര. രണ്ട് വസ്തുക്കളെ അല്ലെങ്കിൽ വ്യക്തികളെ ബന്ധിപ്പിക്കാനാണ് എന്ത്? നമ്മൾ ബിറ്റ്വീൻ ചേർക്കുന്നത്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബാലു സിറ്റ്സ് ബിറ്റ്വീൻ റാം ആൻഡ് രാജു. ഇപ്പോൾ എമംഗ് വരുമ്പോൾ എന്താണ്? രണ്ടിൽ കൂടുതൽ വ്യക്തികളെയോ വസ്തുക്കളെയോ ബന്ധിപ്പിക്കാനായിട്ടാണ് നമ്മൾ എമംഗ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഹി വാസ് സ്റ്റാൻഡിങ് എമംഗ് ദ പീപ്പിൾ. ഹി സിറ്റ് എമംഗ് ദ ഗ്രൂപ്പ് ഓഫ് ഗേൾസ്. ഇതൊക്കെ അതിന് എക്സാമ്പിളാണ്, ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. ഇത് കൂടുതലും നമ്മൾ PVQ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക, വർക്കൗട്ട് ചെയ്യണം കേട്ടോ. നന്നായിട്ട് തന്നെ ഇത് നമ്മളിപ്പോൾ ഇംഗ്ലീഷിന് മാക്സിമം PVQ നോക്കുക. ഇവിടെ നമുക്ക് നോക്കാം. ഐ ഹാവ് ബീൻ റീഡിങ് ഫോർ 3 hours. ഷീ സെഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ റീഡിങ് ഫോർ 3 hours. അതാണ് റിപ്പോർട്ട് സ്പീച്ചിൽ എഴുതുമ്പോൾ വരുന്നത്. അടുത്തത് നമ്മളിപ്പോൾ അതായത് ഡയറക്റ്റ് സ്പീച്ചിൽ വരുന്ന ഐ ഹാവ് ബീൻ റീഡിങ് ഫോർ 3 hours ഷീ സെഡ്. അപ്പം അത് പറയുക, ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കി നമ്മളിത് റിപ്പോർട്ട് ചെയ്യുക. ഹീ സെഡ് ഐ വോക്ക് അപ്പ് ലേറ്റ്. അതൊരാൾ പറഞ്ഞൊരു കാര്യം, അത് ഡയറക്റ്റ് സ്പീച്ച്. അതിനെ നമ്മൾ ഇൻഡയറക്റ്റ്ലി ആക്കുമ്പോൾ ഹീ സെഡ് ദാറ്റ് ചേർക്കുക. ഹി ഹാഡ് വോക്ക് അപ്പ് ലേറ്റ്. അടുത്തത് he said I will return the money tomorrow. He said that he would return the money the next day. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടുമോറോ വരുമ്പോൾ എന്താണ്? നെക്സ്റ്റ് ഡേ ആണ് റിപ്പോർട്ടഡ് സ്പീച്ചിൽ വരുന്നത്. ആ ഒരു പോയിൻറ്റ്സൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കി വെച്ചിട്ട് പോകണം കേട്ടോ. ഡയറക്റ്റിൽ ഇൻഡയറക്റ്റ് ഫോമിലോട്ട് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് വെച്ച് നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇനി നമുക്ക് GK ടോപ്പിക്സ് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാവേ. ആധുനിക അശോകൻ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആര്? റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? റാണി സേതു ലക്ഷ്മി ഭായ്. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കിയത് സ്വാതി തിരുനാൾ രാമ. നമ്മൾ IT നോക്കിയത് സൈബർ ലോയും സൈബർ ക്രൈമും ആണ്.
ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങളൊന്ന് വായിക്കുക. അതുപോലെ മാക്സിമം PYQ കൂടി നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ നിന്നിട്ടുള്ളൊരു 5 മാർക്ക് നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഭയങ്കര പ്രയാസമാണെന്ന് തോന്നുന്നു, പക്ഷേ കുറച്ച് PYQ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും. കാരണം ഏതൊക്കെ ഏരിയയാണ് കൂടുതൽ PSC ഫോക്കസ് ചെയ്യുന്നതെന്നും റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഈ IT ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള ഓരോ പോയിൻറ്റ്സും, അതായത് സൈബർ ലോയിലാണെങ്കിലും സൈബർ ക്രൈമിലാണെങ്കിലും നിങ്ങൾ ആ ഒരു സെഷൻസ്, ആ ആക്റ്റും അതെല്ലാം തന്നെ ഒന്ന് നോക്കി വെക്കുക, നല്ലപോലെ പഠിക്കുക. ഇവിടെ IT ആക്ട് പാസ്സാക്കിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയിരിക്കുന്ന പ്രത്യേക ടീമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം, CERT ഇൻ. അതെന്താണെന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ആസ്ഥാനം ഡൽഹിയിലാണെന്ന് ഓർത്ത് വെക്കുക. IT ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൽ ഓരോ സെഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സെഷൻ 5 എന്ന് പറയുന്നത് ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. സെഷൻ 45 എന്ന് പറയുന്നത് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടാകുന്ന കേടുപാടുകൾക്കാണ്. സെഷൻ 44 ഇലക്ട്രോണിക് ഉപകരണങ്ങളെ സോഫ്റ്റ്വെയറുകൾക്ക് ഉണ്ടാകുന്ന നാശം. സെഷൻ 48 സൈബർ അപ്പലറ്റ് ട്രിബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്. സെഷൻ 65 എന്ന് പറയുന്നത് സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് സിവിൽ കോടതിക്ക് അധികാരമില്ല എന്നുള്ളതാണ്. സെഷൻ 65 സൈബർ ടാമ്പറിംഗ് ആണ്. സെഷൻ 66 ഹാക്കിംഗ് ആണ്. സെഷൻ 66B എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം. ഇതിനുള്ള ശിക്ഷയും നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സെഷൻ 66C വ്യക്തി വിവര മോഷണമാണ്, ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് മുൻവർഷ ചോദ്യമാണ്. സെഷൻ 66D എന്ന് പറയുന്നത് ആൾമാറാട്ടം നടത്തുക. സെഷൻ 66E എന്ന് പറയുന്നത് വയലേഷൻ ഓഫ് പ്രൈവസി. സെഷൻ 66F സൈബർ ഭീകരവാദം. സെഷൻ 67 തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക. സെഷൻ 67A എന്ന് പറയുന്നത് അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രചരണമാണ്. സെഷൻ 67B എന്ന് പറയുന്നത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരണം നടത്തുക. ഇത് മുൻവർഷ ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ സെഷൻസ് എല്ലാം തന്നെ നിങ്ങൾ നല്ലപോലെ ഒന്ന് വായിക്കണേ. നല്ലതായിട്ട് വായിക്കുക മാത്രമല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കണ്ട് നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും PSC നെക്സ്റ്റ് വരുന്ന എക്സാമുകളിലും ചോദിക്കുന്നതായിരിക്കും. നമുക്കൊരു PYQ നോക്കാവേ. താഴെ പറയുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിൽ സൈബർ നിയമം പാസ്സാക്കിയത് ജൂൺ 9. ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്തത് 2008 ഡിസംബർ 3. ഏഷ്യൻ സ്കൂൾ ഓഫ് സൈബർ ലോസ് പൂനെയിലാണ്. കേരളത്തിൽ ആദ്യമായി 4G നിലവിൽ വന്ന നഗരം കൊച്ചി. ഇത് ശരിയായത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ D ആണ്. 1ഉം 3ഉം ആണ് ശരി. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് കൂടി നമുക്കൊന്ന് നോക്കാം. IT ആക്ട് നിലവിൽ വരുമ്പോൾ ചാപ്റ്റേഴ്സ് 30, ഭാഗങ്ങൾ 94, പട്ടികകൾ 4. ഇന്ത്യയിൽ സൈബർ നിയമം ഭേദഗതി ചെയ്ത വർഷം 2008 ഡിസംബർ 23. സൈബർ നിയമ ഭേദഗതി നിലവിൽ വന്നതെന്നാണ് 2009 ഒക്ടോബർ 27. ഈ ഭേദഗതി വരുത്തിയതിന് ശേഷം ചാപ്റ്ററുകൾ 14ആയി, ഭാഗങ്ങൾ 124ആയി, പട്ടികകൾ 2. ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് CERT ഇൻ, ഇന്ത്യൻ കമ്പ്യൂട്ടർ ഏജൻസി റെസ്പോൺസ്. അടുത്തിട്ട് PYQ കൂടി നോക്കാം. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് ഏതെന്നുള്ളതാണ്. നമുക്ക് ഈ വകുപ്പുകളെല്ലാം നല്ല രീതിയിൽ പഠിക്കുക, എങ്കിൽ മാത്രമേ ഇതിനകത്ത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും കൂടി ആഡ് ചെയ്യണമെന്നാണ് കരുതിയത്, പക്ഷേ സമയം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കുക.